ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിനായിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ ബദാം രണ്ടും 1/4 കപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതുപോലെ ഒരു 3 കപ്പോളം ഞാൻ മട്ട അരിയുടെ അവലെടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. റോസ്റ്റ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ. ഇനി ഇതുപോലെ ബദാമും അതുപോലെ അണ്ടിപ്പരിപ്പും വേറെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ അവൽ നമുക്ക് വേറെ ഗ്രൈൻഡ് ചെയ്തിട്ട് എടുത്തിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു കപ്പ് ശർക്കരയുടെ പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഏലക്കായയുടെ പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നാളികേരത്തിൻ്റെ പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് അടിച്ചെടുത്ത പാലാണ് കേട്ടോ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇതിന് ശേഷമാണ് കേട്ടോ ഫ്ലെയിം ഓൺ ആക്കേണ്ടത്. ഇനി നമുക്കിത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ച് വരട്ടിയെടുക്കണം കേട്ടോ. ഇപ്പോൾ വെള്ളം വറ്റി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പാനിൽ നിന്ന് വിട്ടു പോരുന്ന വിധത്തിൽ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി എടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് വിട്ടു പോരുന്ന പരുവത്തിലായിട്ട് ഇനി നമുക്കിത് പരന്ന പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഇതിൽ പരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറുത്ത എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ ഇത് സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് അമർത്തി വെച്ച് കൊടുക്കുക. പിന്നെ ഇത് നാളികേരത്തിൻ്റെ ചെറിയ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തണുത്ത് വന്നിട്ട് നമുക്കിത് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് മാറ്റാം കേട്ടോ. ഇത് നമ്മുടെ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേ ഒരു കഷ്ണം കൊടുത്താൽ മതി കേട്ടോ. വയറൊക്കെ നന്നായിട്ട് നിറയും കേട്ടോ. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ.